മതനിന്ദ ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രിസ്ത്യൻ യുവാവ് കുറ്റക്കാരനല്ലെന്ന് ബോധ്യമായതിനെ തുടർന്ന് കോടതി വെറുതെ വിട്ടതിൽ ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിച്ച പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ സമൂഹം. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് മേഖലയിലെ യുനീസ് മസിഹിനെയാണ് കോടതി വെറുതെ വിട്ടത്. തൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും ഖുറാനെ അപമാനിക്കുകയും ചെയ്തെന്നാരോപിച്ച് സൂസൻ ഫാത്തിമ എന്ന സ്ത്രീയാണ് യുനീസിനെതിരെ കേസ് കൊടുത്തത്. 1.5 വർഷം മുമ്പാണ് ഫാത്തിമയുടെ കുടുംബം ഇസ്ലാം മതം സ്വീകരിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്ത യുനീസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക ക്രൈസ്തവർ ഒന്നിക്കുകയായിരുന്നു. മതനിന്ദ ആരോപണങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഉത്തരവാദിത്വവും സത്യവും നിർണ്ണയിക്കാൻ സമഗ്രമായ അന്വേഷണത്തിൻ്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്ന ഈ സംഭവം പ്രാദേശിക സഭയിൽ കൂടുതൽ ആത്മവിശ്വാസമുണ്ടാക്കിയതായി യുനീസിൻ്റെ അഭിഭാഷക അനിഖ മരിയ ആൻ്റണി പറഞ്ഞു. മാസിഹിനെ മോചിപ്പിക്കാനും മാസിഹിനെതിരെ കള്ളക്കേസ് കൊടുത്ത ഫാത്തിമയെ അറസ്റ്റ് ചെയ്യാനും പോലീസ് നടത്തിയ ഇടപെടലിനെ പ്രദേശവാസികൾ അഭിനന്ദിച്ചു. പലപ്പോഴും ഇത്തരം കേസുകളുടെ സത്യാവസ്ഥ അന്വേഷിക്കാതിരിക്കുന്നതിനാൽ നിരപരാധികൾ വർഷങ്ങളോളം ജയിലിൽ കഴിയുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. ഏതായാലും ഏറെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന മതനിന്ദാ നിയമത്തിൻ്റെ പേരിലുണ്ടായ ഈ പുതിയ വഴിത്തിരിവ് പാക് ക്രൈസ്തവർക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വിജയവാഡ രൂപതയിലെ ഗുണദാലയിലെ മേരി മാതാ ദേവാലയത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചു. അനേകർ പങ്കെടുത്ത ശതാബ്ദിയോടനുബന്ധിച്ചുള്ള ദിവ്യബലിക്ക് ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ലിയോപോഡോ ജിറേലി, വിജയവാഡ രൂപത ബിഷപ്പ് ജോസഫ് ജാജ റാവു തെലഗതോഡി, പൈ മിഷണറിമാരുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ഫെറിച്ചിയോ ബ്രാംബിലാസ്ക എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 1924 ഇറ്റലിയിൽ നിന്ന് ലൂർദ് മാതാവിൻ്റെ പ്രതിമ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ഫാദർ പൗലോ അർലാറ്റിയാണെന്ന് ബിഷപ്പ് രാജാറാവു അനുസ്മരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനപ്രിയ വാഗ്ദാനങ്ങളുമായി കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ ബജറ്റ് ധനവകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവതരിപ്പിച്ചു. ക്രിസ്ത്യൻ സമുദായ ക്ഷേമത്തിന് 200 കോടിയും വഖഫ് വസ്തുക്കളുടെ സംരക്ഷണത്തിനും വികസനത്തിന് 100 കോടിയും വകയിരുത്തി. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വികസനത്തിന് 200 കോടി നീക്കിവെച്ചു. സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന് 393 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്വകാര്യ കോളേജുകളിൽ നഴ്സിംഗിന് പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് ഇളവ് പുനരാരംഭിക്കും. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കർണാടക സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് 6% പലിശ നിരക്കിൽ 10 കോടി രൂപ വരെ അനുവദിക്കും. സ്പെയിനിലെ 100 മിണ്ടാമടങ്ങളിലെ നോമ്പുകാല പ്രാർത്ഥനയിൽ സാധാരണ വിശ്വാസികൾക്കും പങ്കുചേരുന്നതിനായി അവസരം. ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച പ്രാർത്ഥനാ വർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം. നോമ്പിൻ്റെ 3ാമത്തെ ആഴ്ചയിൽ മാർച്ച് 7 വൈകിട്ട് 7 മണിക്കാണ് സ്പെയിനിലെ മിണ്ടാമടങ്ങളുടെ വാതിലുകൾ സാധാരണ വിശ്വാസികൾക്കായി തുറക്കുക. സംസ്ഥാനത്ത് സുവിശേഷവൽക്കരണം തടയുന്നതിനുള്ള നിയമനിർമ്മാണം അവതരിപ്പിക്കാൻ തൻ്റെ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഇക്കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സുവിശേഷ യോഗങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും സംസ്ഥാനത്ത് നിരോധിക്കുന്ന ബില്ലിന് ഫെബ്രുവരി 10 അസാമിലെ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ബില്ലിനെതിരെ ആസാമിലെ കത്തോലിക്ക സഭയും വിവിധ സഭാ നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.